ചേട്ടാ ഇലക്ഷൻ ഒന്നും ആയിട്ടില്ല, പക്ഷേ സോഷ്യൽ മീഡിയയിൽ പല ആളുകളുടെയും കരച്ചിലുകൾ 2-3 ദിവസമായിട്ട് കരയുകയാണ് ആളുകൾ. എനിക്കൊന്ന് പത്തനാപുരമാണ് ഇതിനകത്തെ മെയിൻ കക്ഷി എന്ന് വേണമെങ്കിൽ പറയാം. പത്തനാപുരം നമുക്കറിയാം വളരെ ശക്തമായിട്ടുള്ളൊരു മണ്ഡലം, അല്ലെങ്കിൽ മത്സരം നടക്കുന്നൊരു മണ്ഡലമാണ്. എന്താണ് ഈ കരച്ചിലിനൊക്കെ പിന്നിലൊരു ഉദ്ദേശം? രാവിലെ ഈ വൈകാരികമായ പല വീഡിയോകളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ വിചാരം ഈ പൊട്ടക്കിണറ്റിലെ തവളകൾ എന്ന് കേട്ടിട്ടുണ്ടോ? പൊട്ടക്കിണറ്റിലെ തവളകൾ. ഈ പൊട്ടക്കിണറ്റിലെ തവള കിടന്ന് ചാടുകയും പോക്രോം കരയുകയും ചെയ്യുമ്പോൾ ഇവർ വിചാരിക്കും ഇതിനപ്പുറത്തേക്കൊരു ലോകമില്ല. ഈ 5 അടി ചുറ്റളവിൽ കിടന്ന് കറങ്ങുന്നതും ഈ വെള്ളത്തിൽ കിടന്ന് മോന്തുന്നതുമാണ് ലോകമെന്ന്. ഒരാളെ നശിപ്പിക്കാനോ ഒരാളെ നന്നാക്കാനോ ശക്തി സൈബർ ഇടങ്ങൾക്കുണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷേ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സത്യസന്ധതയോ തെളിവുകളോ ഉണ്ടെങ്കിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളത്. ഒട്ടുമിക്ക സൈബർ ഇടങ്ങളിലും ഇപ്പോൾ പ്രചരിക്കുന്ന പല വീഡിയോകളും, അത് പത്തനാപുരവുമായി ബന്ധപ്പെട്ടല്ല, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുന്നും ഇവിടുന്നും മറ്റിടത്തുനിന്നും മറിച്ചിടത്തുനിന്നും കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ച് ഊതി വീർപ്പിച്ചിരുന്നങ്ങ് അടിച്ചിട്ട് അല്ല, ഒരിടത്തിരുന്ന് സ്ഥാനാർത്ഥികളെ പോട്ടെ എന്തോ ആയിക്കോട്ടെ. അല്ല, ഇപ്പോ പത്തനാപുരം നിയോജക മണ്ഡലമാണ് ഇപ്പൊ ജ്യോതികുമാർ ചാമക്കാലയെ വ്യക്തിഹത്യ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി സൈബർ ഇടങ്ങളിലെ ചില ചാനലുകാർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈബർ ഇടങ്ങളിൽ ചാമക്കാളയെന്നും വൃത്തികെട്ടവനെന്നും അഴിമതിക്കാരനെന്നും ഒക്കെ വിളിച്ച് വലിയ വാഗ്വാദങ്ങളുമായി ഇറങ്ങുന്ന ഈ സൈബർ ഇടം ഒരു 3-4 മാസം മുമ്പുള്ള അവരുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അതിൽ കെ വി ഗണേഷ് കുമാർ പരാജയപ്പെടുമെന്നും 2021 മുതൽ പത്തനാപുരത്തിൽ ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ചാമക്കാല ഗണേഷ് കുമാറിന്റെ വെല്ലുവിളിയാകുന്നുവെന്ന് ഈ സാറുമാര് തന്നെ ഇരുന്ന് പച്ചയ്ക്ക് പറയുന്ന വീഡിയോകൾ അവിടെ കാണാൻ കഴിയും. ഒന്ന് അംഗം കുറിച്ചു നോക്കി ഭയങ്കര ആരോപണങ്ങളാണ് കേട്ടോ. പുള്ളി കോളേജ് അനുവദിച്ചതിൽ അഴിമതി നടത്തി, പുള്ളിക്ക് 2 ഗ്യാസ് ഏജൻസി, കേൾക്കണം, 2 എണ്ണം, പമ്പുകൾ എത്ര 12, ബസ്സുകൾ 36, ടിപ്പറുകൾ 46, എല്ലാത്തിന്റെ പേര് ചാവക്കാലാണ്. അപ്പോ ഞങ്ങളുടെ നാട്ടില് വേണാടെന്നും പറഞ്ഞു, നമ്മുടെ നാട്ടില് വേണാടെന്നും പറഞ്ഞൊരു ബസ് ഉണ്ടായിരുന്നു പണ്ട്. KSRTC അല്ല, രാഹുലിന് ഓർമ്മ വെക്കുന്നതിന് മുമ്പ് വേണാടെന്നും പറഞ്ഞ് വേറൊരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ വേണാട് വണ്ടികൾ എനിക്ക് തോന്നുന്നു ഈ പ്രൈവറ്റ് ബസ്സുകളൊക്കെ തകർന്ന് പോയപ്പോഴത്തേക്ക് പിന്നെ സർക്കാർ വേണാട് കൊണ്ടുവന്നപ്പോഴേക്ക് നമ്മൾ അന്നത്തെ തലമുറ വിചാരിച്ചത് എന്താ, ഇതെല്ലാം ഒരു മുതലാളിയുടെ വണ്ടിയാണ്, വേണാട് മുതലാളിയുടെ വണ്ടിയാണ് KSRTC എടുത്ത് ഓടുന്നത്. ഇതുപോലെയാണ് ചാമക്കാല എന്നുള്ള പേരിൽ അഞ്ചൽ പുനലൂർ മേഖലയിൽ കുറെ ബസ്സുകളൊക്കെ ഓടുന്നുണ്ട്. ഈ ബസ്സുകളൊക്കെ ഈ ജ്യോതികുമാർ ചാമക്കാലയുടെ കസിൻ ബ്രദർ ആയിട്ടുള്ള കണ്ണൻ ചാമക്കാലയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നുള്ളതാണ്. ഞാനിതൊക്കെ തരുന്നത്, അത് വലിയൊരു ഫാമിലിയാണ്. ഞാൻ ഈ വിവരങ്ങളൊക്കെ തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദയവ് ചെയ്ത് ആ വീഡിയോ ചെയ്ത ചേട്ടന്മാരുടെ പേരൊന്നും പറയുന്നില്ല, നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ ആ ചേട്ടന്മാരെ അറിയാൻ വേണ്ടിയാണ് നിങ്ങളുടെ അറിവിലേക്ക് ചെയ്യുന്ന വീഡിയോ ആയിട്ട് നിങ്ങൾ ഇതിനെ കണക്കുന്നത്. കണ്ണൻചേട്ടനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന, 2021 തെരഞ്ഞെടുപ്പ് കാലം തൊട്ടിങ്ങോട്ട് കണ്ണൻചേട്ടനെ എനിക്ക് അറിയാവുന്നതാണ്. കണ്ണൻചേട്ടന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ടിപ്പറുകൾ. ഇപ്പോൾ ഉണ്ടോന്ന് എനിക്കറിയില്ല. ബസ്സുകളുണ്ട്, പെട്രോൾ പമ്പൊക്കെ കണ്ണൻചേട്ടന്റെ ഉടമസ്ഥയിലാണ്. ഈ കണ്ണൻചേട്ടന്റെ ഫാദറിനെ എന്തോ ചതിച്ചിട്ടാണ് ജ്യോതികുമാർ ചാമക്കാല രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്നാണ് ഈ ബിരുദന്മാരുടെ ആരോപണം. ഈ ബിരുദന്മാർ ആരോപണമൊന്നും അല്ല കേട്ടോ. ഒരു വേറെ ചില ബിരുദന്മാർ ആ ചാനലിൽ മുഖം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ബിരുദന്മാരെ ചോർത്തി കൊടുക്കുന്ന രേഖ വെച്ചിട്ടാണ് ഈ വാർത്തകൾ ഇവർ പടച്ചുവിടുന്നത്. വാർത്തകളല്ല, ഈ വീഡിയോകൾ പടച്ചുവിടുന്നത്. വാർത്ത, ഞാൻ ചെയ്യുന്ന വീഡിയോ ഒന്നും വാർത്ത എന്ന് ഞാൻ പറയാറില്ല. നമ്മള് സംഭാഷണങ്ങളാണ്, നമ്മളുടെ സംഭാഷണങ്ങൾ, തമ്മിലുള്ള സംഭാഷണങ്ങളെ പ്രേക്ഷകർ കാണിച്ചു. ഒരു ഓൺലൈൻ ചാനൽ ചെയ്യുന്നതിനകത്തും ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ചർച്ചകളിൽ വാർത്തകളൊന്നും ഇല്ല എന്നുള്ളത് എന്നൊരു പറയുന്നത് വാർത്തയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, വാർത്തയല്ല, സംഭാഷണങ്ങളാണ്, വീഡിയോകളാണ്. അപ്പോ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ ജ്യോതികുമാർ ചാമക്കാലയുടെ കുടുംബം അദ്ദേഹവുമായിട്ട് എങ്ങനെയാണ് അവിടെ പത്തനാപുരത്ത് സഹകരിച്ചതെന്ന് രാഹുലിനും അറിയാം, എനിക്കും അറിയാം. അപ്പൊ അദ്ദേഹം കുടുംബത്തിലൊരു നേതാവിനെ ചതിച്ച് വേറൊരു നേതാവേണ്ട ആവശ്യമൊന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. പിന്നെ പുള്ളി പറയുന്നത് എന്താ, ഈ പുള്ളി ഇപ്പോ ഗ്രൂപ്പ് മാറി ഇപ്പൊ KC ഗ്രൂപ്പിലാണ് നിൽക്കുന്നത്. എന്റെ അറിവിൽ, രാഹുലിന്റെ അറിവിൽ, രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. രാഹുൽ ഏത് ഗ്രൂപ്പിലായിരുന്നു? ഞാൻ ഐ ഗ്രൂപ്പിലായിരുന്നു. ജ്യോതികുമാർ ചാമക്കാല ഏത് ഗ്രൂപ്പ് സംവിധാനമായി. ഇപ്പൊ ഏത് ഗ്രൂപ്പിലാ? ഐ ഗ്രൂപ്പ് തന്നെ, രമേശ് ചെന്നിത്തല സംവിധാനം. അതായത് പത്തനാപുരത്തെ പ്രമുഖ ഗ്രൂപ്പായിരുന്ന എ ഗ്രൂപ്പിനെ മുഴുവൻ ഒറ്റക്കെട്ടായി ഐ ഗ്രൂപ്പിലേക്ക് എത്തിച്ചതാരാ? ജ്യോതികുമാർ ചാമക്കാലയാണ്. ആ മീറ്റിംഗ് നടന്നത് രമേശ് ചെന്നിത്തലയുടെ ഔദ്യോഗിക വസതി വെച്ചായിരുന്നു. ആ മീറ്റിംഗ് പോയ ആളാ ഞാനന്ന് രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റും കൂടെ മീറ്റിംഗിൽ നിന്ന് രമേശ് ചെന്നിത്തല പറയുന്നതെല്ലാം കേട്ടിട്ട് ഞങ്ങൾ മടങ്ങിപ്പോരുന്നതാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഗ്രൂപ്പ് സംവിധാനം ഒന്നുമില്ല. അപ്പൊ ഇവരുടെ പ്രശ്നം എന്ന് പറയും, ഇവരിപ്പോ
ബഹുമാനോ ആരാധനമായ മാവേലിക്കരയുടെ MP കൊടിക്കുന്നിൽ സുരേഷ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ ജ്യോതികുമാർ ചാമക്കാലയാണ് എന്നൊരു ആരോപണം അവിടുത്തെ ഒരു കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ ചാനലിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു. ഇതൊരു സുവർണ അവസരമാക്കി കണക്കെടുത്തുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് എന്തായാലും ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് എതിരാണല്ലോ, അപ്പൊ ഈ അവസരം ഉപയോഗിച്ച് ജ്യോതികുമാറിനെ തേജോവധം ചെയ്യാം എന്ന ചിന്തയോടുകൂടി ഒരു കൂട്ടം കോൺഗ്രസിനുള്ളിലെയും ഈ പറയപ്പെടുന്ന ഓപ്പോസിറ്റ് പാർട്ടിയുടെയും അതായത് കേരള കോൺഗ്രസ് ബിയുടെയും ഒരു കൂട്ടം നല്ല ചിന്തകളുള്ള സഹോദരന്മാർ ഇറങ്ങി പുറപ്പെട്ടതിന്റെ പരിണിത ഫലമാണ് ഇത്തരം വെള്ളച്ചാനലുകൾ. ഇതിലൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ചെന്നായ്ക്കളെ കൂട്ടി രണ്ട് ആടുകളെ കൂട്ടിയിടിപ്പിക്കുക, ചോര കുടിക്കുന്ന ചെന്നായ. അപ്പൊ ഈ ഒരു ചേതോപകാരമാണ് ഇത്തരം വെള്ളച്ചാനലുകളിൽ ഈ വീഡിയോകൾ വരുന്നത്. പുറത്തുനിന്ന് ആളുകൾ കാണുമ്പോൾ എന്താണ് ജ്യോതികുമാർ ചാമക്കാലയും കൊടിക്കുന്നിൽ സുരേഷും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണിത്. ഇത് ഇവർക്കറിയാത്തൊരു സത്യം ഞാൻ പറഞ്ഞുതരാം. ഇലക്ഷൻ അടുക്കുമ്പോൾ, അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാകട്ടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ, ഇലക്ഷൻ അടുക്കുമ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം ഒന്നാകും എന്നുള്ളതാണ് പത്തനാപുരത്തിന്റെയും കൊട്ടാരക്കരയുടെയും ഒക്കെ ഒരു ചരിത്രം. ഒരു കാരണവശാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയാണെങ്കിൽ, ഞാൻ പറയുന്നു ജ്യോതികുമാർ ചാമക്കാലയാണെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും കൊല്ലം ജില്ലയിൽ ഷുവർ ഷോട്ടായി സ്ഥാനാർത്ഥികളെ ഇപ്പോൾ തന്നെ പറയാവുന്നത് 3 സീറ്റുകളാണ്. ഒന്ന് കരുനാഗപ്പള്ളിയിൽ CR മഹേഷ്, 2 കുണ്ട്രയിൽ PC വിശ്വനാഥ്, 3 പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല. കാരണം ഈ 3 പേരും കൃത്യമായി മണ്ഡലങ്ങളിൽ പണിയെടുത്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ 3 പേരും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. അപ്പോ ഇലക്ഷൻ വരുമ്പോൾ ഈ കോൺഗ്രസ് സംവിധാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി തന്നെ അവിടെ നിൽക്കും. ജ്യോതികുമാറിന്റെ വിജയത്തിന് വേണ്ടി കൊടുക്കുന്ന സുരേഷ് MP അടക്കം കഴിഞ്ഞ തവണ ഈ പറയപ്പെടുന്ന കൊടുക്കുന്ന സുരേഷ് MPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹം വേറെ സ്ഥാനാർത്ഥിയാണ് നിർദ്ദേശിച്ചത്. അവസാനമായി ഗ്രൂപ്പുകാരനായ ജ്യോതികുമാർ ചാമക്കാല അവിടെ സ്ഥാനാർത്ഥിയായി വന്നു. അദ്ദേഹത്തിനൊപ്പം ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തിയ റോഡ് ഷോ ഒക്കെ ഭയങ്കര ജനപങ്കാളിത്തത്തോടു കൂടി ജനമേറ്റെടുത്തു. തീർച്ചയായും അത് ഞാൻ അന്ന് പങ്കെടുത്ത പരിപാടിയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ പത്തനാപുരത്ത് കോൺഗ്രസിന്റേതായിട്ട് ഇത്രയും വലിയൊരു പരിപാടി കണ്ടിട്ടില്ല. ഓക്കെ. അപ്പോ സ്വാഭാവികമായും ഈ വിഷയങ്ങളെ അവർ തമ്മിൽ തീർക്കും. ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗണേഷ് കുമാറിന്റെ ജനപിന്തുണ കുറഞ്ഞു നിൽക്കുകയാണ്, സ്വാഭാവികമായിട്ടും കുറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഈ അവസരത്തിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി ജ്യോതികുമാറിന്റെ ഇമേജ് നശിപ്പിച്ചു. മറ്റ് ഇടങ്ങളിലൂടെ കടന്നുകൂടി എന്റെ പേരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, സ്ഥാനാർത്ഥിയാവൊന്നും വേണ്ട കേട്ടോ, ഇവറ്റകൾക്ക് സ്ഥാനാർത്ഥി ഒന്നും ആവണ്ട, എന്റെ പേരൊന്ന് പറഞ്ഞു കേൾക്കണം. പത്തനാപുരത്തേക്ക് പരിഗണിക്കുന്നവരുടെ പേരിൽ ഇന്ന ആൾ ഇന്ന ആൾ ഇന്ന ആൾ. അങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അതേപോലെ പേര് കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. കേരളാവുമതിയിലൊക്കെ വാർത്ത വന്നായിരുന്നു. മറ്റേ കുന്നത്തൂരുള്ള ഒരു നേതാവ്, യുവ നേതാവ് പത്തനാപുരത്ത് സ്ഥാനാർത്ഥിയാകും. പുള്ളിയോട് വെച്ചും പറയും ഒരു സുഖം, ഒരു മനസ്സുഖം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ആ മനസ്സുഖത്തിന് വേണ്ടി ഇവർ ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വരെ ജ്യോതികുമാർ പുണ്യാളനായിരുന്നു, ജ്യോതികുമാർ നല്ല മനുഷ്യനായിരുന്നു, ജ്യോതികുമാർ ജനസമ്മതനായിരുന്നു, എല്ലാമായിരുന്നു. പക്ഷേ ഈ പത്തനാപുരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 6 പഞ്ചായത്ത് കോൺഗ്രസ് നേടുന്നു, ബ്ലോക്ക് പഞ്ചായത്തുകൾ കോൺഗ്രസ് നേടുന്നു, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ കോൺഗ്രസ് നേടുന്നു. അതോടുകൂടി ജ്യോതികുമാറിന്റെ ജനപ്രീതി ഇല്ലാതാകുന്നു. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും, കൊല്ലം ജില്ലയുടെ രൂപീകരണത്തിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പത്തനാപുരത്ത് ഇത്രയേറെ മാറ്റങ്ങൾ കോൺഗ്രസ്. ഉറപ്പായിട്ടും ഞാൻ അതിനകത്ത് ഇതിന്റെ ഒരു ക്രെഡിറ്റിനെ ജ്യോതികുമാർ ചാമക്കാലയിലേക്ക് മാത്രം കൊണ്ട് കേട്ടാ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. അവിടെ MP ആയിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ്, അവിടെ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്ന, ഇപ്പോഴും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ 1-ാം പേരുകാരനായ, അവിടെ സജീവമായ പ്രവർത്തനം നടത്തുന്ന ജ്യോതികുമാർ ചാമക്കാല, പിന്നീട് ബ്ലോക്ക് മണ്ഡലം തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, തലവൂർ ബ്ലോക്കിലും പത്തനാപുരം ബ്ലോക്കിലും, ഈ 2 ബ്ലോക്കുകളാണല്ലോ ഇവിടെ ഉള്ളത്. ഇതിൽ ഇവർ പറയുന്നത് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ചുമതലയുണ്ടായിരുന്ന വിളക്കുടി പഞ്ചായത്തും വെട്ടിക്കവല പഞ്ചായത്തിന്റെയും ഭരണം ഇത്തവണ കയ്യിൽ നിന്ന് പോയി. വിളക്കുടി പഞ്ചായത്തിന്റെ ഭരണം രാഹുൽ താമസിക്കുന്ന വിളക്കുടിയാണ്. 2.5 വർഷങ്ങൾക്ക് മുമ്പേ പോയതാണ്. ഇടതുപക്ഷമാണ് ഭരിക്കുന്ന, സിറ്റിംഗ് സീറ്റാണ്. അവിടെ ചില പ്രാദേശികമായ പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥി നിർണയത്തിലായുണ്ടായ ബുദ്ധിമുട്ടുകൾ കാരണം നിസ്സാര വോട്ടുകൾക്ക് ഭരണം കയ്യിൽ നിന്ന് പോയി. വെട്ടിക്കവല പഞ്ചായത്തിലും സംഭവിച്ചതാണ്. തലച്ചർ അസീസ് എന്ന് പറയുന്ന വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗണേഷ് കുമാറിനെ പുകഴ്ത്തിയതും അയാളെ പുറത്താക്കിയതും ഒക്കെ ഈ വെട്ടിക്കവല പഞ്ചായത്തിലാണ്. നിസ്സാരം സീറ്റുകൾക്കാണ് വെട്ടിക്കവലയുടെയും ഭരണം പോകുന്നത്. ഇനി ഇവർ രണ്ടുപേരും കാണാതെ പോകുന്ന ഒരു കാര്യം എന്താ പറയുക, ഈ ഡേറ്റ കൊടുത്തവർ ഇതിന്റെ ഇടയിൽ കിടന്ന ഒരു പഞ്ചായത്തിന്റെ കാര്യം പറയാൻ മറന്നു. മേലില്ല ആ ഗ്രാമപഞ്ചായത്ത്, ഞാൻ വോട്ട് ചെയ്ത എന്റെ സ്വന്തം ഗ്രാമപഞ്ചായത്ത് 16-ൽ 11 സീറ്റ് നേടി മേലില്ല ഗ്രാമപഞ്ചായത്ത് വിജയിക്കുന്നു. ആർക്കാണ് ഈ വിജയത്തിന്റെ അവകാശം? എന്നോട് ചോദിച്ചാൽ അവിടുത്തെ പ്രവർത്തകർക്കാണ്, അവിടുത്തെ ജനങ്ങൾക്കാണ്, അവിടുത്തെ വോട്ടർമാർക്കാണ്. അവിടെ കൊടുക്കുന്ന സുരേഷ് MP സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽ ഇങ്ങോട്ടേക്ക് എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്, കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളും എല്ലാവർക്കും ചെയ്തു കൊടുത്തു. അത് വോട്ടഭ്യർത്ഥിക്കുന്നതിലാകട്ടെ, മറ്റ് സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നതാകട്ടെ, എല്ലാ കാര്യങ്ങളിലും ജ്യോതികുമാർ ചാമക്കാലയും ഇത്തരത്തിൽ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീടുകൾ കയറിയിട്ടുണ്ട്. എല്ലാ വാർഡ് സ്ഥാനാർത്ഥികളുടെ വീടുകൾ കയറാനും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒപ്പിച്ചു കൊടുക്കും. അപ്പൊ ഇവർ രണ്ടുപേരുടെയും
സംയുക്തമായ ഒരു പ്രവർത്തനം മേലില ഗ്രാമപഞ്ചായത്തിലുണ്ടായി. ഇനി മേലില ഗ്രാമപഞ്ചായത്ത് 10 വർഷം മുമ്പാണ് വലതുപക്ഷത്തിന് നഷ്ടപ്പെടുന്നത്. എന്നാൽ ഈ 10 വർഷം മുമ്പാണ് ഈ പറയപ്പെടുന്ന കെ വി ഗണേഷ് കുമാറിന്റെ പാർട്ടി ഇടത്തോട്ട് തിരിഞ്ഞത്. എന്ന് കെ വി ഗണേഷ് കുമാറും ബി ഇടത്തോട്ട് തിരിഞ്ഞോ അന്ന് മുതൽ മേലില പഞ്ചായത്ത് ഇടത്തോട്ട് തിരിഞ്ഞു. എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് ബിക്ക് അത്രത്തോളം ജനപിന്തുണയുള്ള വോട്ട് ബാങ്കുള്ള പഞ്ചായത്തായിരുന്നു മേലില പഞ്ചായത്ത്. ഇത്തവണ മേലില പഞ്ചായത്ത് UDF പിടിച്ചു. അതും 3-ൽ 2 സീറ്റുകളും പിടിച്ചിട്ടാണ് കയറി വന്നത്, 16-ൽ 11. അതിന്റെ അർത്ഥം എന്താ? ഗണേഷ് കുമാറിന്റെ പാർട്ടിയോടുള്ള വിശ്വാസം ആ നാട്ടിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. അല്ലേ? അല്ല, ഞാൻ പറഞ്ഞ തീരട്ടെ രാഹുലെ. അവിടുത്തെ ബ്ലോക്ക് കമ്മിറ്റി, വാർഡ് കമ്മിറ്റി, മത്സരിച്ച സ്ഥാനാർത്ഥികൾ, വോട്ട് ചെയ്ത ജനങ്ങൾ, പ്രവർത്തകർ, ബൂത്ത് കമ്മിറ്റികൾ, MLA സ്ഥാനാർത്ഥി ആയിരുന്ന ഇപ്പോഴും അവിടെ നേതൃത്വം കൊടുക്കുന്ന ജ്യോതികുമാർ ചാമക്കാല, അവിടുത്തെ നിലവിലത്തെ MP കൊടിക്കുന്നിൽ സുരേഷ് അടക്കം എല്ലാ ആളുകൾക്കും ആ വിജയം അവകാശപ്പെട്ടതാണ്. അല്ലാതെ ഇവന്മാര് പറയുന്ന പോലെ പത്തനാപുരം നിയോജക മണ്ഡലത്തെ മൊത്തം വിജയിപ്പിച്ചത് അവിടെ ഇവിടെ കൊടിയും പിടിച്ചിടുന്ന കുറെ അവന്മാരാണെന്ന് പറഞ്ഞാൽ, അതായത് ഈ പഞ്ചായത്തിന് മുകളിൽ, ഞാൻ ഒരു പഞ്ചായത്തിനെ വെച്ചിട്ടാണ് പറയുന്നത്, ആണെന്ന് പറഞ്ഞാൽ ജനം ചൂലെടുത്ത് അടിക്കത്തില്ല. തീർച്ചയായിട്ടും ഇവരെയൊന്നും ആ പഞ്ചായത്തിനപ്പുറത്തേക്ക് ആർക്കും അറിയത്തില്ല. ഒരു പഞ്ചായത്തിൽ കിടന്ന് കോപ്രായം കാണിച്ച കുറച്ചു പേര് പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ ഇത്രയും വലിയ വിജയത്തിന് ഉത്തരവാദി ഞങ്ങളാണ്. അതിന്റെ ഉത്തരവാദികൾ, അതിന് 2 നേതാക്കന്മാർക്ക് അവകാശം കൊടുക്കാമെങ്കിൽ ആ 2 പേരുടെ പേര് കൊടുക്കുന്ന സുരേഷ് എന്നും ജ്യോതികുമാർ ചാമക്കാല എന്നുമാണ്. ഈ 2 പേരുമാണ്. ഇനി വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ജ്യോതികുമാർ ചാമക്കാല ചാനൽ ചർച്ചകളിൽ മോശമായി സംസാരിക്കുന്നു. സംസാരിക്കും. തന്റെ പ്രസ്ഥാനത്തെ, തന്റെ പാർട്ടി പ്രവർത്തകരെ, തന്റെ നേതാക്കന്മാരെ കുറ്റം പറഞ്ഞാൽ പ്രതികരിക്കുക. മോശമായിട്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അക്കാഡമിക് ഓറിയന്റഡ് ആണ് സംസാരിക്കുന്നത്. കണക്ക് എടുത്ത് വെച്ചിട്ടാണ്, ഇതാണ് കണക്ക്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കും. അതിനിപ്പോ ഇവിടെ എന്താ തെറ്റ്? മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്നത് ഈ വീഡിയോ ചെയ്യുന്ന നിങ്ങളുടെ ഭാഷ ശരിയാണോ? ഇവര് വിളിക്കുന്നത് ചാമക്കാള. വിളിച്ചോ, നിങ്ങൾ വിളിക്ക്. ഇതിലും വലുത് കഴിഞ്ഞ തവണ അവിടെ വിളിച്ചിട്ടും ഈ കൊടി കെട്ടിയ ഗണേശൻ ജയിച്ച 14,000 വോട്ടിനല്ലേ ഈ പറയപ്പെടുന്ന ഇടത് തരംഗം ആളിക്കത്തിയപ്പോ 26,000 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ 10,000 വോട്ട് താക്കാൻ, 10,000 ശിഷ്ടം വോട്ട് താക്കാൻ ഈ പറയപ്പെടുന്ന ജ്യോതികുമാർ ചാമക്കാലയ്ക്കായെങ്കിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇനി നിങ്ങൾ എന്താക്ഷേപം പറഞ്ഞാൽ, നിങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ചില്ലേ ജ്യോതികുമാർ ചാമക്കാലയ്ക്കെതിരെ? അദ്ദേഹം നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന ഉന്നയിച്ചവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കും, വെല്ലുവിളിയാ. തെളിയിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ, നിങ്ങൾ പാവം ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ കല്ലെറിയുക, നിങ്ങൾ തെളിയിക്കുക. അല്ലാതെ വെറുതെ കയറി ഇരുന്നിട്ട് പേര് മാറ്റി കാളയെന്നും മറ്റേതെന്നും പറഞ്ഞ് ആക്ഷേപം പറയും. ഇതിലും വൃത്തിയായിട്ട് ഞാൻ പറയുന്നത് അയൽവക്കത്തെ ചേച്ചിമാരോ തൊഴിലുറപ്പിലെ ചേച്ചിമാരോ അയൽക്കൂട്ടത്തെ ചേച്ചി പറഞ്ഞാൽ അവർക്ക് നാണക്കേടാം. ഒരാളെ കുറിച്ച് പിണറായി വിജയൻ നന്നായിട്ട് സംസാരിക്കും. ഒരാളെ കുറിച്ച് ഇങ്ങനെ ആക്ഷേപം പറയരുത്. അത് വളരെ മോശമാണ്. നമ്മളും പറയും നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലേ പറ. കാരണം എന്താ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വോയിസ് ക്ലിപ്പുകൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾ ഏതാണ്ടൊക്കെ അങ്ങ് ചെയ്ത് ആരാധന നാട്ടിലുള്ളവർക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ചെയ്ത് കഴിഞ്ഞിട്ട് രാഹുലിന്റെ കൂട്ടുകാരാ ഷാഫി, എന്ന ഷാഫിയെ കൂടെ തീർത്തോളാം എന്ന് വിചാരിച്ച് പോയതുപോലെ കോൺഗ്രസിന്റെ മുഖങ്ങളായി നിൽക്കുന്ന, കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായി നിൽക്കുന്ന, ഉപതെരഞ്ഞെടുപ്പുകളിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ജ്യോതികുമാർ ചാമക്കാല. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെയൊക്കെ കണ്ണുകൾ അയാളിലേക്ക് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. കാരണം ആ മനുഷ്യന്റെ പേരിൽ യാതൊന്നും തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇലക്ഷനൊക്കെ വരും പോവും, ജനാധിപത്യ പ്രക്രിയ, ജയിക്കും തോക്കും. പക്ഷെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ കണക്കുകൾ കൂടെ പരിശോധിക്കണം. ഇവിടെ ഇപ്പോ രൂപതരം പറഞ്ഞ പോലെ ഇത്രയും പഞ്ചായത്തുകൾ, ഈ പഞ്ചായത്തുകളെല്ലാം എടുത്തു നോക്കൂ. ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും കോൺഗ്രസിന് ഇന്നേ വരെ കിട്ടാത്ത വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. പഞ്ചായത്ത് ഇപ്പൊ വെള്ളക്കുടി പഞ്ചായത്ത് പോയെങ്കിൽ അവിടെ ഇതുവരെ കിട്ടാത്ത ജില്ലാ പഞ്ചായത്ത് കിട്ടി, ഇതുവരെ കിട്ടാത്ത ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടി. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ UDF തേരോട്ടമായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ പറയുന്നവരും പറയുന്നത് എന്താ? UDF മുന്നേറ്റം നേടി. ഇതിന്റെ അവകാശം എങ്ങനെ ഞാൻ ഇപ്പോഴും പറയുന്നു, അവിടുത്തെ വോട്ട് ചെയ്ത ജനങ്ങൾ, അവിടുത്തെ ബൂത്ത് കമ്മിറ്റികൾ, അവിടുത്തെ വാർഡ് കമ്മിറ്റികൾ, അവിടുത്തെ മണ്ഡലം കമ്മിറ്റികൾ, അവിടുത്തെ ബ്ലോക്ക് കമ്മിറ്റികൾ കഴിഞ്ഞാൽ ആ വിജയം അവകാശപ്പെടാൻ പറ്റുന്ന 2 പേരാണ്. ഒന്ന് ജ്യോതികുമാർ ചാമക്കാലയും, 2 കൊടിക്കുന്നിൽ സുരേഷ്. അല്ല, അവിടെ മറ്റൊരു വിഷയമുണ്ട്. ഇപ്പൊ പത്തനാപുരം പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളല്ല അടുത്ത മേലില പഞ്ചായത്തിൽ അവിടെ പ്രവർത്തിക്കുന്നത്. ഇത് രണ്ട് ദിക്കിലാണ്. അപ്പം പത്തനാപുരം പഞ്ചായത്തിൽ കിടക്കുന്ന ആളുകളാണ് മേലില പഞ്ചായത്തിന്റെ വിജയത്തിന് കാരണം എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ ഒരു വിഷയം. അല്ല, ആ വിഷയങ്ങളിലേക്കൊന്നും പ്രശ്നമൊന്നുമില്ല. ഇവരുടെ പരിപാടി എന്താണ്? ഞാൻ ഈ പറഞ്ഞാണ്, ഇവിടെ ചില ആളുകൾക്ക് പത്തനാപുരം നിയോജക മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്ന UDF സ്ഥാനാർത്ഥികളുടെ പേരിന്റെ ലിസ്റ്റിൽ ഒന്ന് കയറി കൂടണം. അതിനെന്താണ് ചെയ്യാൻ പറ്റുക? അതിന് ചില ഗിമിക്കുകൾ കാണിച്ച് 1-2 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇങ്ങനെ ഈ പറയപ്പെടുന്ന സ്ഥാനാർത്ഥിയെ തള്ളി അങ്ങ് നശിപ്പിക്കണം, പേര് കെടുത്തണം.
അല്ലാതെ ഇവർക്ക് ഗണേശനോടുള്ള സ്നേഹവും ഗണേശൻ എന്തെങ്കിലും പരിപാടി കൊടുത്തിട്ടോ ആണെന്നുള്ളതല്ല. ഇത് കൊടുക്കുന്നത് ഈ UDF-നുള്ളിലുള്ളവർ തന്നെയാണ്. ഈ ഡേറ്റ എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഈ ഡേറ്റ പറയുന്നവര് മിനിമം നിയോജകമണ്ഡലത്തെ പറ്റി ഒന്ന് പഠിക്കണ്ടേ? പഞ്ചായത്തിന്റെ പേരുകൾ പറയുമ്പോ തെറ്റാതെന്ന് പറയണ്ടേ? പോയി കണ്ടതുപോലെയാണ് പറയുന്നത്. കെബി ഈ പറയപ്പെടുന്ന ജ്യോതികുമാർ ചാമക്കാലയുടെ വണ്ടിയിൽ 2 പേർ, ഒരാൾ ക്യാമറമാനും ഒരാൾ വീഡിയോഗ്രാഫറും. പിന്നെ വീഡിയോ എടുക്കുന്ന ഫോട്ടോ എടുക്കാൻ അറിയാത്ത കാലമാണല്ലോ ഈ പോകുന്നത്, മൊബൈലും കൊണ്ട് നടക്കുന്നത്. പുള്ളിയുടെ വണ്ടിയിൽ എപ്പോഴും 3 പേരുണ്ട്, ഒന്ന് ഡ്രൈവർ, ഒന്ന് പുള്ളിയുടെ കൂടെ ഒരു ആൾ എപ്പോഴും ഉണ്ടാവും. പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഫോട്ടോ എടുക്കും, റീൽ ഇടും. ഇപ്പൊ കെ വി ഗണേഷ് കുമാറിന്റെ കൂടെ 36 മാധ്യമങ്ങൾ എപ്പോഴും നടക്കുന്നുണ്ട്. ഇയാളുടെ മാധ്യമങ്ങൾ കാണത്തില്ല, അദ്ദേഹം തന്നെ ആയിരിക്കും റീൽ എടുത്തിരുന്നത്. അത് ഇത്ര വലിയ തെറ്റാണോ? ഒരിക്കലും അല്ല. പിണറായി വിജയൻ ഇടുന്നു, മുഹമ്മദ് റിയാസ് ഇടുന്നു, പിന്നെ ഇവന്മാർക്ക് ഇട്ടൂടെ? മുഹമ്മദ് റിയാസ് 25 ലക്ഷം രൂപയാണ് കൊടുത്തത്. അതൊക്കെയാണ് പ്രശ്നം. ഇദ്ദേഹത്തിന്റെ കാല് വെക്കുന്നത് പ്രശ്നം, കൈ വെക്കുന്നത് പ്രശ്നം, അദ്ദേഹം സംസാരിച്ചാൽ പ്രശ്നം. രജനീകാന്തിന്റെ കണ്ട് പാട്ടുണ്ടായിരുന്നല്ലോ പണ്ട്, നീ നടപ്പിലഴക് എന്ന്. എനിക്കറിയാൻ വയ്യ അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ രാഹുലെ ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കാൻ വയ്യ എന്നുള്ളതാണ്.